ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് എങ്ങനെ ഒരു നല്ല ഭംഗിയിലൊരു തെങ്ങ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വലിയൊരു വര വരച്ചിട്ടുണ്ട്. ശേഷം ഇവിടുന്ന് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഇങ്ങനെ എത്തിയപ്പോൾ നീളം കുറച്ച് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ നടുക്കി ഫുള്ളി വരയിടരുത്, ഇത്തിരി ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ തെങ്ങ് ഫുള്ളിട്ട് കൊടുക്കാം. നമ്മൾ ഈ തെങ്ങ് ഫുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഫുള്ളിട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്നൊരു ഇങ്ങനൊരു വര ഇങ്ങനെ ചിരിച്ചിട്ട് വരച്ചെടുക്കാം. അതേപോലെ അടിയിക്കും വരച്ചിക്കാം, സൈഡിക്കും ഈ സൈഡിക്കും ഇങ്ങനെ ഇട്ട് വരച്ചെടുക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞി വര അടുപ്പിച്ച് ഇതുമ്പോൾ തന്നെ അടുപ്പിച്ച് വരയ്ക്കാം. ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക്. ഇത് ഇങ്ങനെ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഇതേപോലെ ഫുള്ള് വരച്ചെടുക്കാം. ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് ബ്രൗൺ കളർ എടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ നമുക്ക് ഒരു അടിയിൽ ഫുള്ള് ഇങ്ങനെ അടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് ബ്രൗൺ അടിച്ചെടുക്കാം. തെങ്ങ് ഫുള്ള് നമ്മൾ ബ്രൗൺ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ എടുക്കുന്നത് ലൈറ്റ് ഗ്രീനാണ്. ആ ഗ്രീനോടെ അതിന് വര എടുത്തിട്ട് നേരത്തെ ചെയ്ത് തന്നെ മുകളിൽ കൂടി ഒടിച്ചെടുക്കാം. ഫസ്റ്റ് നിങ്ങൾ പെൻസിൽ കൊണ്ട് ചെയ്യരുത്. ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ചെയ്താൽ നമുക്കൊരു ആ തെങ്ങിൻ്റെ ഓലയുടെ ഒരു ലൈറ്റ് കളർ കിട്ടുള്ളൂ.
ഇവിടുന്ന് താഴ്ന്ന് മുകളിലേക്ക് ഞാൻ വരച്ചിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അത് നമ്മുടെ തേങ്ങ ഏകദേശം കഴിക്കുമ്പോൾ നമുക്കിവിടെ തെങ്ങിൻ്റെ അടിയിൽ നിന്നിട്ട് കുറച്ച് കാക്കകൾ പറന്നു പോകുന്നൊരു ചിത്രം കൂടി വരയ്ക്കാം. വീഡിയോ എന്താണെന്നറിയില്ല, എടുക്കുന്നത് അങ്ങനെ ക്ലിയർ വരുന്നില്ല കേട്ടോ. നമുക്ക് ഞാൻ ലൈറ്റ് ഗ്രീൻ മാറ്റി ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് ഗ്രീനോട് എപ്പോഴും വരയ്ക്കാറുള്ള പോലെ ഡ്രോയിങ്ങിൽ കുറച്ച് ഇച്ചിരി വലിയ പുല്ലാണ് വരയ്ക്കുന്നത്. പുല്ലുകളൊക്കെ വരച്ചെടുക്കാം. ഡാർക്കിൻ്റെ ഇടയ്ക്ക് ഞാനിടയ്ക്ക് ലൈറ്റും വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വരയ്ക്കാം. നമ്മൾ എല്ലാ ഡ്രോയിങ്ങിലും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കുഞ്ഞിത്തവണ നമുക്ക് കളറ് റെഡ് എടുക്കാം. ഇത്രയും ഭാഗത്ത് നമ്മൾ റെഡ് കളർ കുത്തിട്ടുണ്ട്. ഈ പുല്ലും കൂടി നമുക്ക് റെഡ് കളറ് കുത്തിടാം. ഇവിടെയുള്ള എല്ലാ പുല്ലിനും ഞാൻ റെഡ് കളർ ഇട്ടിട്ടുണ്ട്. ഡോട്ട്സ് എന്താ അറിയില്ല, ഫോണിൽ ക്ലിയറിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഈ ലൈറ്റ് പുല്ലിനായിട്ട് ഞാനിവിടെ പിങ്കാണ് എടുക്കുന്നത്. ഈ പിങ്ക് കേട്ടോ, പിങ്ക് കുഞ്ഞി ഡോട്ട്സ് എടുക്കാം. ഇപ്പുറത്ത് ഞാൻ കുറച്ചുകൂടെ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ പിങ്കാണ്. ആ പിങ്ക് എടുത്തിട്ട് നമുക്ക് കുഞ്ഞി ഡോട്ട്സ് എടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലൗഡ്സ് വരച്ചെടുക്കാം. ക്ലൗഡ്സ് വരയ്ക്കാനായിട്ട് സ്ഥലം ഉണ്ടാകാമോ? നമുക്ക് ക്ലൗഡ്സ് ഇപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുക. നമുക്കിപ്പോൾ തൽക്കാലം ഈ ക്ലൗഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഷെയ്ഡിങ് ക്ലൗഡ്സ് ഇങ്ങനെ വരയ്ക്കണം. ഈ ബഡ്സിനകത്ത് ഇങ്ങനെ നേരത്തെ പറഞ്ഞ സ്പ്രേ ഉണ്ടല്ലോ, അതും ഞാനിവിടെ ചെറുതായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പ്രേ അല്ല, വെള്ളം. ഞാൻ ഹാളിൽ നിന്ന് വെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണുന്നത്. ഇതേപോലെ ഞാൻ ഫുള്ള് ശരിയായിട്ട് വരാം. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്.
നമുക്ക് എന്തായാലും ഒന്ന് ഫൈൻ ലുക്ക് കാണാം. ഇതാണ് ഞാൻ ചെയ്ത ഡ്രോയിങ്ങിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്ലിയർ വരുന്നില്ല. എന്താണാവോ, ചിലപ്പോൾ ഞാൻ വെട്ടത്തിരിക്കുന്നവരുണ്ടായിരിക്കാം. ഇപ്പോൾ ക്ലിയറിൽ വേണം നമുക്ക് ആണോ. ആണ് ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ വേറെ വരച്ചുള്ള ഒരു ഇതിൽ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഫാമിലിയെ കുറിച്ച് വരച്ചാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.